ജനകീയ സമരങ്ങളെ പിന്തുണച്ച ഒരു വലിയ മത്സരം അദ്ദേഹത്തിന്. അതെല്ലാം ഉള്ള സച്ചിമാഷ് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ പേരിൽ ഞങ്ങൾ ചാടി വീണ് ഒരു LDF സച്ചിമാഷ് യുദ്ധം ആരംഭിക്കുന്നത് വല്ല വ്യാമോഹം ഉണ്ടെങ്കിൽ ആ വ്യാമോഹം വിലപ്പോഴില്ല. ഈ LDF ജാഥയ്ക്ക് വേണ്ടി ഒരു കോളം മാറ്റിവെക്കാത്ത ചില ആളുകൾ ഒരു പത്രം കൂടെ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവും. തിരുത്തലിന്റെ പ്രശ്നവുമല്ല, LDF തുടർഭരണം ലഭിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ചില ചിന്തകൾ കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. ആ ഗവൺമെന്റ് മുൻപോട്ട് പോകും. അദ്ദേഹം പറഞ്ഞ കൂടി കണക്കിലെടുത്താണ് തുടർഭരണം നേടുമ്പോൾ ഗവൺമെന്റ് പോകും. രണ്ടാം LDF സർക്കാർ 99 മൂന്നാമത് വരുമ്പോൾ സെഞ്ചുറി ആയിരിക്കും. ആ മൂന്നാം ഊഴത്തിന്റെ അന്തരീക്ഷം കേരളത്തിലുള്ളത് കൊണ്ടാണ് UDF BJP ബന്ധങ്ങൾ എല്ലാ മര്യാദയും മാറ്റിവെച്ചുകൊണ്ട് മോഹപ്രചാരപരയുടെ രാഷ്ട്രീയ ശൈലിയുടെ തുടരുകാലം പോലെ ഇപ്പോൾ പിന്മാറുന്നു. ഒരു വലിയ കാര്യമായിട്ട് കെട്ടിപ്പൊക്കിയ ശബരിമല പോറ്റിക്കോട്ട തകർത്തുകൊണ്ടിരിക്കുന്നു. പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധുക്കൾ രക്ഷകന്മാർ ആരാണെന്ന് ഇപ്പോൾ കേരളം കാണുന്നു. ഏറ്റവും കൊടുത്ത ഓഡിയോ ക്ലിയർ അല്ലേ? എന്താ സംഭവിച്ചേ? ഇത് ഓൺ ചെയ്താൽ പോരെ? നോക്കാം. ശബ്ദം കുറവാണ്. ശബ്ദം കുറവാണ്. ആദ്യം മുതൽ വേണ്ടല്ലോ. യെസ്, ശബരിമല കാര്യത്തിൽ UDFും BJPയും കെട്ടിപ്പൊക്കിയ പോറ്റി കോട്ട എന്ന് വിളിക്കാം. ആ കോട്ട പൊളിഞ്ഞ് വീഴും. പോറ്റിയുടെ രാഷ്ട്രീയ രക്ഷകന്മാരാണെന്ന് ഇപ്പോൾ കേരളം കണ്ടു കഴിഞ്ഞു. പോറ്റിയെ കാത്തുരക്ഷിക്കാനും ചേർത്ത് പിടിക്കാനും വളർത്തിയെടുക്കാനും എല്ലാം വേണ്ടി കേരളത്തിനകത്തും പുറത്തുമുള്ള BJP നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കളും ഈ കാലം അത്രയും പരസ്പരം മത്സരിക്കുകയായിരുന്നു. അവരുടെ സംസ്ഥാന മുഖ്യമന്ത്രിമാരുണ്ട്. കർണാടകത്തിലെ പോറ്റിയുടെ ബന്ധുക്കളാണവർ. കോൺഗ്രസിലെ നേതാക്കൾ പലരുമുണ്ട്. UDF കൺവീനറുണ്ട്. വന്ന് ശബരിമലയിലെ കൊടിമരം വരെ പിഴുതെടുത്തുകൊണ്ടുപോയി അവിടെയും കള്ളത്തരം കണക്കം നോക്കിയത് ഈ കുട്ടനായിരുന്നു. ഇടതുപക്ഷം എല്ലാ ഉറപ്പോടും കൂടി പറയുന്നു, ആരാധനാ കേന്ദ്രങ്ങളെയെല്ലാം അതിൻ്റെ പവിത്രതയിൽ കാണാൻ LDFന് കഴിയും. അവിടുത്തെ സമ്പത്ത് ക്ഷേത്രമൊക്കെയാണെന്ന് LDFന് അറിയാം. അതുകൊണ്ടാണ് മറ്റാർക്കുമില്ലാത്ത ആർജവത്തോടു കൂടി LDF പറഞ്ഞത്, ശബരിമലയിൽ ഒരു തരി സ്വർണമോ ഒരു ചില്ലിക്കാശോ ആരെങ്കിലും അപഹരിച്ചു വന്ന് ബോധ്യപ്പെട്ടാൽ തെളിഞ്ഞാൽ കാരണക്കാർ ആരായാലും ഏത് പാർട്ടി ആയാലും അവരെ വെറുതെ വിടില്ല എന്നും ശിക്ഷിക്കുമെന്നും പറയാനുള്ള LDFിൻ്റെ ആർജവം വെറുതെ ഉണ്ടായതല്ല. ഈ ആർജവത്തിൻ്റെ പേരാണ് LDF. ഈ നീതിബോധമാണ് LDF. ഈ വ്യക്തതയാണ് LDF. അത് കോൺഗ്രസിനില്ല, അത് BJPക്കില്ല. അതുകൊണ്ടാണ് അവർ തന്നെ പറഞ്ഞ ശബരിമല കാര്യങ്ങളെല്ലാം അവർ ഇപ്പോൾ തിരിച്ചു നിന്ന് ആക്രമിക്കുകയാണ്. ആ പരക്കം പായലാണ് ഇന്നത്തെ UDFിൻ്റെ ഓരോ വാക്കിലും പൊട്ടിയും കാണുന്നത്. അതാണ് BJPയിലും കാണാൻ കഴിയുന്ന കാര്യം. BJP കൊട്ടിഘോഷിച്ച് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിച്ചു. ദിവസവും പറഞ്ഞു ഇത്രയും ദിവസത്തിനകം ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ആ ബ്ലൂ പ്രിൻ്റ് പ്രഖ്യാപിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി വരുമെന്ന് പറഞ്ഞു BJP. കഷ്ടിച്ചവർക്ക് ഭരണം കിട്ടി, പ്രധാനമന്ത്രിയും വന്നു. പക്ഷെ ബ്ലൂ പ്രിൻ്റ് വികസനത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റിനെ പറ്റി പറഞ്ഞ ആ വാഗ്ദാനമോടെ മോദി വന്നു, മോദി പോയി, അതുകൊണ്ട് പ്രസംഗം പാസ്സാക്കി. മോദി ഇവിടെ വന്ന് വികസന കാഴ്ചപ്പാടെല്ലാം വയ്ക്കുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ മോദിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. ഒരു തീവണ്ടിയിൽ കയറി. അതെല്ലാം ഒരു 2 ദിവസത്തെ വാർത്തയ്ക്ക് കൊള്ളാം. പക്ഷെ ആ വാർത്തയും നമ്മൾ കണ്ടു. ഏറ്റവും വലിയ ഷൈനിങ് സ്റ്റാർ ആയിട്ട് BJP ഉയർത്തിക്കാണിച്ച ബഹുമാനപ്പെട്ട ഒരംഗം പോയിട്ടില്ല. ഒരു മുൻ പോലീസ് മേധാവിയായിട്ടുള്ള അംഗം പോയിട്ടില്ല. BJPയുടെ ആഭ്യന്തര കലാപത്തെപ്പറ്റി അവരാണ് പറയേണ്ടത്. പക്ഷേ കലാപമുണ്ട്. അതുപോലൊരു സ്ത്രീയെ, ഉന്നതമായ സ്ഥാനം വഹിച്ച സ്ത്രീയെ മേയർസ്ഥാനം കാണിച്ച് ലോഭിപ്പിച്ച് BJPയിൽ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് പാലം കടന്നപ്പോൾ ടാറ്റ എന്ന് പറയും പോലെ അവർ കൈവിട്ടതിനെ പറ്റിയുള്ള അമർഷമായിരിക്കാം ആ വിട്ടുനിൽക്കേണ്ട കാരണമെന്ന് ഊഹിക്കാൻ പറ്റും. പക്ഷെ എന്തായാലും അതുണ്ടായിരിക്കുന്നു. ഓരോ ചൂടിലും വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം പാളിപ്പോവുകയാണ്. ഈ പാളിച്ചകളും ഈ വൈതലുകളും നാൾക്കുനാൾ അവരെ പിന്തുടരാനും പോകുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഇച്ഛാഭംഗമാണ് BJPയും കോൺഗ്രസും ഒന്നിച്ച് നട്ടാൽ കിളുക്കാത്ത പച്ചക്കടകളുമായി LDFനെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് തള്ളിവിടുന്നത്. അത് അക്കൂട്ടരുടെ ഗതികേട് കാണിക്കുകയാണ്. LDFന് ഒന്ന് പറയാനുണ്ട്, ഈ കള്ളപ്രചാരവരയ്ക്ക് മുമ്പിൽ LDF പതറിപ്പോവുകയില്ല. എല്ലാ നിശ്ചയദാർഢ്യത്തോടും കൂടി എല്ലാത്തരം അപവാദ പ്രചാരവരകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങളുമായി സംബന്ധിക്കാനുള്ള കഴിവുണ്ട് LDFന്, ശക്തിയുണ്ട് LDFന്.
ഇത് രാഷ്ട്രീയ പോരാട്ടമാണ്. ആ പോരാട്ടത്തെ ആദ്യന്തം രാഷ്ട്രീയമാക്കാനാണ് LDF ആഗ്രഹിക്കുന്നത്. അതിനെയാണ് BJPയും കോൺഗ്രസും ഭയപ്പെടുന്നത്. ആ ഭയപ്പാട് വിലപ്പോകാൻ പോകുന്നില്ല. LDFനെ അതിജീവിക്കാൻ കഴിയുകയില്ല അവർക്ക്. അതുകൊണ്ട് ഒരു കനകോല് പോരാ, കനകോല് ഒരാൾ പോരാ, 100 കനകോലുകൾ വന്നാലും ശരി, തോൽക്കാൻ വിധിക്കപ്പെട്ട UDF രക്ഷിക്കാനൊക്കാകില്ല. ഇവിടെ മത്സരം കനകോലുവും LDFും കൂടിയാകാൻ താല്പര്യം LDFിനില്ല. പക്ഷെ അവർക്ക് കനകോലുവേ ഉള്ളൂ. നെഹ്റുവിയൻ ലെഫ്റ്റ് എന്നൊക്കെ പറയുന്ന നേതാക്കന്മാർക്ക് എന്താണ് നെഹ്റുവിയൻ ദർശനമെന്നറിയാമെങ്കിൽ ഈ കനകോലുവിൻ്റെ വാഗണിൽ കയറി ഇത്രയും കടിച്ചാൽ പൊട്ടാത്ത വാക്കൊന്നും പറയാൻ തോന്നുമായിരുന്നില്ല. പക്ഷെ അവർ പറയുന്നു. എന്തായാലും നെഹ്റുവിയൻ ലെഫ്റ്റിൻ്റെ മുഖച്ഛായ കനകോലുവിൻ്റേതല്ല. ആ മുഖച്ഛായ ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയ ആ ബുദ്ധിയുടേതാണ്. അതറിയില്ല കോൺഗ്രസിന്. അതേ പറയാനുള്ളൂ. ഈ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ടാണോ നേരത്തെയൊക്കെ വലിയ രീതിയിലായിരുന്നു ഇപ്പോൾ പറഞ്ഞിരുന്നത് ശബരിമല വിഷയമായിരുന്നു എല്ലായിടത്തെയും പ്രധാന വിഷയം. പക്ഷേ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു യാത്രയിൽ സതീശൻ പോലും പലയിടത്തും പരാമർശിക്കുന്നേ ഇല്ല എന്നുള്ള വിഷയം. അതിന് കാണുകയില്ല, പത്രം വായിക്കുകയല്ലേ. മിണ്ടിപ്പോയാൽ ഓരോന്ന് പുറത്തു വരും, ഇനിയും പുറത്തു വരും. ഇപ്പോൾ UDF കൺവീനർ, ഒരു MP, പിന്നെ ആദ്യമായിട്ട് പോറ്റി വരുന്നത് ഈ പറയുന്ന വലിയ നേതാവ് AICC ജനറൽ സെക്രട്ടറി ദേവസ്വം മന്ത്രിയായിരിക്കെയാണ് ഈ പോറ്റി ആദ്യമായിട്ട് അകത്ത് കയറിയത്. നാക്ക് നിറഞ്ഞിരുന്നോറും UDFിൻ്റെ കോൺഗ്രസിൻ്റെ പോറ്റി ബന്ധം പുറത്താകുമ്പോഴത്തേക്കും മൗനം വിദ്വാന് മാത്രമല്ല, അത് കോൺഗ്രസിന് പുഷണമാവുകയാണ്. ഇത്രയും ആരോപണങ്ങളൊക്കെ വരുമ്പോഴേ പത്തനംതിട്ടയിൽ ജില്ലാ കമ്മിറ്റി ജയിലാണ്. പക്ഷെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. റിപ്പോർട്ട് കോടതിയിൽ പോട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. കുറ്റപത്രം സമർപ്പിക്കേണ്ട എന്നാണ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യവും. പക്ഷെ ഇടത് ഇതായിട്ട് സഹകരിച്ചു നിന്നാ പോകുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അത് മാതൃകാപരമാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഒരാൾ ഈ സ്വർണ്ണക്കൊല പോലൊരു കേസിൽ കഴിഞ്ഞ 19 ദിവസമായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അയാളിപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്ന സാഹചര്യമുണ്ട്. അതിലൊരു നടപടിയും കൂടി വേണ്ടേ? LDF എന്താ പറഞ്ഞു, കുറ്റക്കാരാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റക്കാരെ LDF വെറുതെ വിടില്ല എന്ന് പറഞ്ഞാൽ വെറുതെ വിടില്ല, സംശയം വേണ്ട. കുറ്റപത്രം ഇതുവരെ നൽകിയിട്ടില്ല. സ്വാഭാവിക ജാമ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരിയും ഒക്കെ സ്വാഭാവിക ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണുള്ളത്. അതേപ്പറ്റി ഹൈക്കോടതി കൃത്യമായി പറഞ്ഞല്ലോ. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഖണ്ഡിതമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്നും കാര്യമില്ല. ഇപ്പോൾ പോകുന്ന SIT അന്വേഷണം പോകുന്നത് നേരായ വഴിക്കാണ്. ആ വഴിക്ക് പോകുമെന്ന് കോടതിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പിനെ LDF മാനിക്കുന്നു. LDFന് ഒന്നും മറച്ചു വെക്കാനില്ല, ആരെയും രക്ഷിക്കാൻ താല്പര്യമില്ല. പറഞ്ഞു കഴിഞ്ഞില്ല. ശങ്കർദാസിൻ്റെ കാര്യത്തിൽ ഇത് ബാധകമാണ്. കുറ്റം ചെയ്തുവെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആരായാലും എന്ന് പറഞ്ഞാൽ ആരായാലും തന്നെയാണ്. ഇതാണ് CPM സ്റ്റാറ്റ്. ഇതല്ല ധാർമ്മികത. കുറ്റക്കാരെ രക്ഷിക്കില്ല എന്ന് ആ ധാർമ്മികത. അങ്ങനെ കുറ്റം ഇപ്പൊ SIT എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ തന്നെ ഏജൻസിയാണ്. ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തും. ആ ഏജൻസി ഒരാളെ കൊണ്ടുപോയി ജയിലിലിട്ടിട്ട് കുറെ ദിവസമായി ഇതൊരു ജാമ്യം അപേക്ഷിച്ച് ശ്രമിക്കുമ്പോൾ കോടതി തള്ളുന്നു. അങ്ങനെ ഒരു സാഹചര്യമുള്ള ആൾ ഒരു പാർട്ടിയുടെ, നിങ്ങളുടെ മുന്നണിയിൽ തന്നെ ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം നിൽക്കുന്നത്. അത് ഏറ്റവും മുതിർന്ന ജില്ലാ കമ്മിറ്റി അംഗമാണ്. പക്ഷെ ഇതൊരു നടപടി ഉണ്ടാകും. അപ്പൊ ധാർമ്മിക വിരുദ്ധമല്ലേ? ഇങ്ങനെ ഒരു ആരോപണം നേരിട്ട് നിൽക്കുന്ന ശബരിമല പോലെ നിരവധി വിശ്വാസികൾ ഉണ്ടാവുന്ന ഒരു കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഇതിൽ നിൽക്കുമ്പോൾ ഒരു നടപടി ആവശ്യമല്ലേ? ധാർമ്മികത പുറത്തേക്ക് എത്രയോ പ്രാവശ്യം LDF വ്യക്തമാക്കി കഴിഞ്ഞു, കുറ്റം ചെയ്ത ആരായാലും ശരി ശിക്ഷിക്കുമെന്ന്. എന്നും ഞങ്ങൾ ഇത് പറയുന്നു, നിങ്ങളൊന്നും ആവർത്തിക്കുന്നു. ഞങ്ങൾക്കിതേ പറയാനുള്ളൂ. കുറ്റക്കാർ ആരായാലും, ഏത് പാർട്ടി ആയാലും, ഏത് ഘടകമായാലും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും. ഏറ്റവും പ്രസക്തമാവുന്നത് ജാമ്യാപേക്ഷ സുപ്രീം കോടതി വരെ പോയിട്ട് സുപ്രീം കോടതി അന്ന് വളരെ രൂക്ഷമായ പരാമർശം മാത്രമല്ല അത് വിചാരണ കോടതിയെ സമീപിക്കാനും പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് സ്വാഭാവിക ജാമ്യം ഈ 90 ദിവസം കഴിഞ്ഞിട്ടുള്ളത് കാരണം ഇവർക്ക് ജാമ്യം കിട്ടും. അതാണ് ഇതിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം. രണ്ട് കാര്യമുണ്ട്. അന്വേഷണം പോകുന്നത് നേരായ വഴിക്കാണെന്ന് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ദേവസ്വം ബെഞ്ച് ഡേ ടു ഡേ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ നിയമപരമായ അറിവിനെപ്പറ്റി നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്. ആ ഹൈക്കോടതിയെ പറ്റിയോ ആ ബെഞ്ചിനെ പറ്റിയോ നാട്ടുകാർക്ക് ആർക്കും സംശയം ഒന്നുമേ ഇല്ല. അങ്ങനെ ഒരു പറയുമ്പോഴേക്കും ഈ പറയുന്ന ഒരു ജാമ്യത്തിന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനെ തള്ളി പറയാൻ ആർക്കും കഴിയുകയില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, SIT പോകുന്നത് എല്ലാ പഴുതുമടച്ച ഒരു അന്വേഷണത്തിന് വേണ്ടിയാണ്. ആ സമയമായിരിക്കാം SIT എടുക്കുന്നത്, അറിയാൻ പാടില്ല. പക്ഷേ SITയുടെ അന്വേഷണത്തെപ്പറ്റി ഹൈക്കോടതിക്ക് പൂർണ്ണമായ മതിപ്പുള്ള കാലം വരെയും ആ മതിപ്പിനെ, ആ വിശ്വാസത്തിനെ ജനങ്ങളും മാനിക്കും. അതിൽ പാളിച്ച വന്നാൽ അപ്പോൾ നോക്കുന്നു. സർക്കാർ വികസനത്തിൽ അഴിമതി ആരോപിച്ച് VD സതീശൻ ഹൈക്കോടതിയെ സമീപിച്ചു. അതിന് കോടതി തന്നെ തിരിച്ചടി നൽകുകയും ചെയ്തു.
ഇപ്പോൾ സതീശനെതിരെ കോടതി അലക്ഷ്യ ഹർജി വന്നു. ഇത് തീരുമാനത്തിൽ അന്ന് കോടതി ഒരു രൂക്ഷമായ വാക്ക് പറഞ്ഞില്ലേ? കോടതി പറഞ്ഞു പൊതു താല്പര്യ ഹർജിയാണോ അതോ പൊതുശല്യ ഹർജിയാണോ മറ്റല്ലേ പറഞ്ഞത്? പബ്ലിസിറ്റി, അതെ, അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനാണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനാണോ ചോദിച്ചത് കോടതിയാണ്. ആ അളവോളം ഒരു നേതാവ് നടന്നാടാൻ പാടില്ലായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് CPM നിയമസഭാ സെക്രട്ടറി പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM കർശനമാക്കാൻ പൊതുവെ ടേം വ്യവസ്ഥകളുണ്ട്. പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊന്നും CPക്ക് താല്പര്യപ്പെട്ടില്ല. ഇളവുകൾ ഉണ്ടാകുകയും ഇപ്പം പറയാൻ പറ്റില്ല. പറഞ്ഞു പാവപ്പെട്ടവൻ എന്ന് പറയുന്നത് നമ്മുടെ നിഘണ്ടുവിൽ കാണില്ല എന്ന് അദ്ദേഹം ഇന്നലെ അസംയുക്തമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനകത്ത് നമ്മൾ CPI സംബന്ധിച്ച് ആ പാവപ്പെട്ടവൻ ഇത് CPIയുടെ പ്രസ് കോൺഫറൻസ് അല്ല, അല്ല. LDF പ്രസ് കോൺഫറൻസ്. LDFന്റെ ഒരു നേതൃത്വത്തിലായാലും ശരി, അദ്ദേഹം ഇന്നലെ അങ്ങനെ അദ്ദേഹം CPM സെക്രട്ടറിയാണ്. അദ്ദേഹം CPM സെക്രട്ടറിയാണ്, LDF നേതാവാണ്. ആ സെൻസിൽ പറയാം. CPM ചർച്ച ഇവിടെ ഇല്ല. ഇവിടെ LDF ചർച്ച മാത്രമല്ല. എങ്കിലും ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അത് LDF നേട്ടങ്ങളെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അവതരണത്തിൻ്റെ ഭംഗിയാണത്. അങ്ങനെ കണ്ടാൽ മതി. LDFന്റെ നേട്ടമായിട്ട് നേട്ടമാണല്ലോ അത്. കണ്ടാൽ ഇപ്പോൾ കേരളത്തിൽ ഘട്ടം പൂർത്തിയാക്കി. എക്സ്ട്രീം പോവർട്ടി ഇല്ലാതായി എന്ന് പറഞ്ഞാൽ ഇത് ദാരിദ്ര്യം ഇല്ലാതായി കേരളത്തിൽ. അടുത്ത ഘട്ടം LDF ലക്ഷ്യമാക്കുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കലാണ്. അത് പറഞ്ഞപ്പോൾ ഗോവിന്ദ മാഷ് പോലെ ഒരാൾ രക്ഷാകരെ പോലെ തന്നെ പറയുകയായിരുന്നു, അങ്ങനെ വരുമ്പോൾ നിഘണ്ടുവിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെ വന്നാൽ അത് മാറ്റിവെക്കാൻ പറ്റുമെന്ന് പറയുകയായിരുന്നു. അങ്ങനെ കണ്ടാൽ മതി. നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് കയറി പറയുന്നതിന് അർത്ഥം കണ്ടു. നമ്മുടെ മീഡിയയുടെ പ്രശ്നമാണത്. പാവപ്പെട്ടവൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു താഴെത്തട്ടിലെ പാർട്ടിയുടെ ഒരു എല്ലാ LDF സംവിധാനത്തിന്റെ ഒരു അടിത്തട്ടായിരുന്നല്ലോ പാവപ്പെട്ടവെന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ വ്യക്തമാക്കി നേരത്തെ കൊണ്ടുവരാൻ കഴിയുമോ? അത് യാന്ത്രികമായ വാദമാണ്. ഇടതുപക്ഷം പാവപ്പെട്ടവരുടെ പക്ഷം തന്നെയാണ്. അതുകൊണ്ട് ഇടതുപക്ഷം എപ്പോഴും പട്ടിണി വേണം, ദരിദ്രം വേണം എന്ന് വാദിക്കുന്ന പാർട്ടിയല്ല ഇടതുപക്ഷത്തെ ഒരു പാർട്ടിയും. ഞങ്ങളുടെ ലക്ഷ്യം ആർക്കും പട്ടിണി വേണ്ടെന്നാണ്, എല്ലാവർക്കും സ്കൂളിൽ പോകണമെന്നാണ്, എല്ലാവർക്കും ആരോഗ്യം വേണമെന്നാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഇടതുപക്ഷക്കാർക്ക് പാവങ്ങൾ വേണം എന്ന വാശിയൊന്നുമില്ല. മനുഷ്യർ വേണം, കരുത്തുള്ള മനുഷ്യർ വേണം, അവർക്ക് അന്തസ്സായി ജീവിക്കാനാകണം, അന്തരീക്ഷം വേണം അതിൻ്റെ. അല്ലാതെ ഇത് വളരെ വളരെ പഴയ വാദഗതിയാണത്. ഇടതുപക്ഷത്തിൻ്റെ നിലനിൽപ്പം പാവങ്ങളുടെ എണ്ണം കൊടുക്കണമെന്ന് പറയുന്നത് ശരിയല്ല. ഞങ്ങൾ വിശപ്പില്ലാതെ ഗ്രഹിക്കുന്നവരാണ്, എല്ലാവർക്കും ഭക്ഷണം ഗ്രഹിക്കുന്നവരാണ്. നടത്താൻ പോകുന്ന 2031 വിഷൻ 2030 അതിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തല റോമില താപ്പർക്ക് മുഹമ്മദ് യാസിനടക്കം കത്തെഴുതിയതായിട്ട് വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് അത് ഈ പറഞ്ഞ മാതിരി പബ്ലിസിറ്റി താല്പര്യമായിരിക്കാം, വേറെ കാര്യമൊന്നുമില്ല. ഒരു സെമിനാർ, നല്ല ദേശീയ പ്രാധാന്യമുള്ള സെമിനാർ, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള ക്ഷണപത്രം കിട്ടാൻ അവകാശമുള്ളവരാണ് ഈ രണ്ടുപേരും. അമർത്യാസനായാലും റബീനാഥ് താപ്പർ ആയാലും അവരൊക്കെ അതിന് അവകാശമുള്ളവരാണ് പങ്കെടുക്കാൻ. ആ ക്ഷണം ഗവൺമെൻറ് എല്ലാ സംഘടനകൾ കൊടുത്തു, അവർ അംഗീകരിച്ചു, അവർ വരും. അതേപ്പറ്റി ഇങ്ങനെ ഒരു കത്തും ഒരു ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് വലിയ കാര്യം കാണുന്നില്ല. അതിനകത്ത് ഒരു താല്പര്യം കത്തയച്ചത് കത്താൻ വേണ്ടിയുള്ള കത്തായിരിക്കും അത്. ഞാൻ സെക്രട്ടറി അല്ല, എനിക്കറിയില്ല. ഒരു ശ്വാസം കഴിച്ചിട്ടുണ്ട്. ഇപ്പം രബീനാഥ് താപ്പറിൻ്റെ ആരോഗ്യാവസ്ഥ എനിക്കറിയാം. ദീർഘയാത്രയ്ക്ക് രബീനാഥ് താപ്പർ കുറേ കാലമായിട്ട് പോകാറില്ല, അതെനിക്കറിയാം. അത് ആരോഗ്യത്തിന്, ഞാൻ വീണ്ടും പറയുന്നു, ആരോഗ്യത്തിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ്. LDFന്റെ വികസന മുന്നേറ്റം കടന്നു പോകും. നിയമസഭ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മുൻ മന്ത്രി C. ദിവാകരന്റെ വികസനത്തിന് വിരുദ്ധമാണ്. കാരണം നമ്മുടെ കേരളത്തിലേക്ക് കമ്പനികൾ കടന്നു വരുന്നില്ല, ചെറുപ്പക്കാർ കേരളം രാജ്യങ്ങളിലേക്ക് പോകാനൊക്കെ അഭിമുഖമുണ്ട്. അതിനെക്കുറിച്ച് ഒരു കാര്യം ഒരാൾ അത് ശൈലികളുടെ പ്രത്യേകം ഉണ്ടായിരിക്കാം. ലൈറ്റായി പറയുന്ന ഒരു കൊച്ചു കാര്യത്തിന് കൊച്ചായി കണ്ടാൽ മതി. എനിക്ക് പറഞ്ഞു വലുതാക്കേണ്ട കാര്യമില്ല. ഓർമ്മക്കുറവാണ്. ഇല്ല, അങ്ങനെയൊന്നും പറയും. സർവീസ് വകുപ്പ് മന്ത്രിയായിരിക്കും പരാജയമായിരുന്നു CPM കേന്ദ്രങ്ങളിൽ നിന്നുള്ള അഭിപ്രായം വരുന്നുണ്ട്. കൊച്ചായിട്ട് കാര്യം പറഞ്ഞു, ഒരു ചെറിയ കാര്യം അദ്ദേഹം പറഞ്ഞു, ചെറിയ കാര്യം, അതിനെ ചെറുതായിട്ട് എടുക്കുക, അത് വലുതാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞു വലുതാക്കല്ലേ, അല്ല പറഞ്ഞു വലുതാക്കല്ലേ, പറയേണ്ട അത്ര ഒരു വലിപ്പില്ല. ഇതൊന്നുമില്ലല്ലോ. BJP നേതാക്കളുമായിട്ടുള്ള ബന്ധം കൂടി പടം കണ്ടില്ലേ, ഫോട്ടോ കണ്ടില്ലേ? മുഖ്യമന്ത്രി, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അവരെല്ലാം നിൽക്കുകയാണ്, തോളുവെപ്പ് നിൽക്കുകയാണ്. അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. എഴുത്തുകാരൻ സച്ചിദാനന്ദന്റെ പ്രസ്താവന സംബന്ധിച്ചിരുന്നു.
ഓ സത്യത്തിൽ അതിനെപ്പറ്റി എന്താണ് പ്രതികരണം? മൂല്യം പ്രതീക്ഷ തീരുന്നതിനാണ് ക്രിയാത്മകമായി വളരാൻ കഴിയുക എന്നാണ് പറയുന്നത്. സച്ച് മാഷ് ഞങ്ങളുടെ ബന്ധുവാണ്, ഇടതുപക്ഷ ബന്ധുവാണ്. ആ ബന്ധം ഞങ്ങൾ ഇന്നലെ കണ്ടപോലെ തന്നെ ഇന്നും നാളെയും വിലപ്പെട്ടതായി കാണും. അത്തരം ബന്ധുക്കൾ എല്ലാ വാക്കിലും എല്ലാ നോട്ടത്തിലും ഞങ്ങളെ പുകഴ്ത്തിയേ തീരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് LDF പറ്റി ഒരു വിമർശനമുണ്ടെങ്കിൽ അതൊക്കെ പറയട്ടെ. വിമർശനം കേട്ടാൽ ഇടതുപക്ഷം കാതുപൊത്തി പിടിക്കില്ല, അസഹിഷ്ണുവാകില്ല. സത്യമാഷപ്പോലെ ഒരാളൊരു കാര്യം പറയുമ്പോൾ ഞങ്ങളതിനെ ആ ഗൗരവത്തിൽ കാണും, ആ ഗൗരവത്തിൽ കാണും, ആ ഗൗരവത്തിൽ കാണും. അത്രേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പേരിൽ സത്യമാഷ് LDF യുദ്ധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അദ്ദേഹം മിത്രമാണ്, ശത്രുവല്ല. ഞങ്ങൾക്ക് ആവശ്യം മിത്രങ്ങളെയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ആ പ്രാധാന്യത്തോടെ കാണണം. സത്യമാഷ പറഞ്ഞ കാര്യം പറയുമ്പോഴത്തേക്കും ഞങ്ങൾ കാത് പൊത്തിപ്പിടിക്കില്ല, ഞങ്ങളതിനെ ആ സെൻസിൽ കാണും. സത്യമാഷെ ഞങ്ങൾ ശത്രുവായി കാണില്ല. മലയാള ഭാഷയ്ക്ക് ലോകത്തിലെ വിപ്ലവ കവികളെ പരിചയപ്പെടുത്തിയ കവിയാണ് അദ്ദേഹം. ഇടതുപക്ഷമാണ് ശരിയെന്ന് എപ്പോഴും ബോധ്യമുള്ള ആക്ടിവിസ്റ്റാണ് അദ്ദേഹം. ജനകീയ സമരങ്ങളെ പിന്തുണച്ച ഒരു വലിയ മനസ്സുണ്ട് അദ്ദേഹത്തിന്. അതെല്ലാമുള്ള സത്യമാഷ് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ ചാടി വീണ് ഒരു LDF സത്യമാഷ് യുദ്ധം ആരംഭിക്കുന്നത് വല്ല വ്യാമോഹം ഉണ്ടെങ്കിൽ ആ വ്യാമോഹം വിലപ്പോവില്ല. വേണ്ട തിരുത്തലുകൾ ഈ LDF ജാഥയ്ക്ക് വേണ്ടി ഒരു കോളം മാറ്റിവെക്കാത്ത ചില ആളുകൾ ഒരു പത്രം കൂടെ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ രാഷ്ട്രീയ മനസ്സിലാവും. തിരുത്തലിന്റെ പ്രശ്നവുമല്ല. LDF തുടർഭരണം ലഭിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ചില ചിന്തകൾ കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. ആ ഗവൺമെന്റ് മുൻപോട്ട് പോകും. അദ്ദേഹം പറഞ്ഞ കൂടി കണക്കിലെടുത്താണ് തുടർഭരണം നേടുമ്പോൾ ഗവൺമെന്റ് പോകും. രണ്ടാം LDF സർക്കാർ 99 മൂന്നാമത് വരുമ്പോൾ സെഞ്ചുറി ആയിരിക്കും. അപ്പുറം പോയിക്കൂടെ? ഇല്ലേ സാറേ, പ്രാദേശികമായിട്ട് വരുമ്പോൾ LDFന്റെ വികസന മുന്നേറ്റ ജാഥ എന്നാണ് ഈ ജാഥയ്ക്ക് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഈ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും യാത്ര എത്തുമ്പോൾ പ്രധാനമായിട്ടും ആ നിയോജക മണ്ഡലങ്ങളിലെ വികസനങ്ങളാണ് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നത്. പക്ഷെ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ തുടർച്ചയായി 25 വർഷം LDFന്റെ ഭാഗമായ MLA ആണ്. ഇവിടെ നിങ്ങൾ യാത്ര എത്തിയപ്പോൾ ഒരാൾ പോലും കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടുകയിലേക്ക് എടുത്തു പറയൊക്കെ അത് പ്രസംഗത്തിൽ പോലും ചൂണ്ടിക്കാണിക്കുകയോ ഇവിടുത്തെ MLA പേര് പോലും പരാമർശിക്കാതെയാണ് ഇന്നലെ ഭരണിക്കാവിൽ നടന്ന ആ പരിപാടി പോയതെന്നാണ് ഒരു വിമർശനം വരുന്നത്. ആര് വ്യക്തി വിമർശനം? ആരുടെ വിമർശനം അത്? എന്തോ ആരെ വ്യക്തി വിമർശനം? അല്ലെ എല്ലാ ആര് വ്യക്തി? എല്ലാ ഭാഗത്തൊന്നും ഇല്ല. എല്ലാ ഭാഗത്തും താങ്കളുടെ ഭാഗത്തുണ്ട്. താങ്കളുടെ ആളല്ലല്ലോ, താങ്കളുടെ ആളാണ്. അത് പറഞ്ഞാൽ ഇല്ല, താങ്കളുടെ കാര്യം പറഞ്ഞു. എല്ലാവർക്കും അഭിപ്രായം ഇല്ല. അത് മാത്രമല്ലോ താങ്കളുടെ അഭിപ്രായം പറഞ്ഞു. എല്ലാവരെ പറ്റിയും പറയണ്ട, എല്ലാവർക്കും അഭിപ്രായം ഇല്ല. ഇല്ല, ഇവിടെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങൾ എന്ത് നടപ്പാക്കി എന്നൊന്ന് LDFന്റെ അതിപ്പോ ജില്ലാ മണ്ഡലത്തിലെ LDF അത് പറയും, സംശയം വേണ്ട. എല്ലായിടത്തും ഉണ്ടായതുപോലെ തന്നെ വൻ വികസനം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു വിശദമായ രേഖ തന്നെ നിങ്ങൾക്ക് ആ രേഖ വരും. ഇവിടെ ഒരു ശാസ്താവിടെ തടാകമുണ്ട്. ഇവിടെ MLA അദ്ദേഹത്തിനെ കാമുകയാണെന്നാണ് 25 വർഷം കൊണ്ട് ഒരു പദ്ധതി പോലും നടപ്പാക്കിയിട്ടില്ല. ഇവിടെ ഒരു KSRTC ഡിപ്പോ സബ് ഡിപ്പോയുടെ UDF സർക്കാർ കൊണ്ടുവന്നു. ആ ഡിപ്പോ ഇവിടെ പ്രവർത്തനരഹിതമാണ്. ഇവിടെ ഒരു ഹോസ്പിറ്റലിലെ മാതൃ ശിശു പരിചരണ കേന്ദ്ര നിർമ്മാണത്തിലാണ്. അതിന്റെ ഉദ്ഘാടനം മാസങ്ങൾക്ക് മുന്നേ നടക്കുമെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഈ ഹോസ്പിറ്റൽ വന്ന് പ്രഖ്യാപിച്ചാണ്. ഇപ്പോഴും മുട്ടിലിഴഞ്ഞ് നീങ്ങുകയാണ്. ഒരു സെക്കൻഡ്. ഈ നേരത്തെ ഇവിടെ ഒരു മുഖാമുഖം പരിപാടി നടന്നിരുന്നു. അപ്പോൾ ഈ കായലിന്റെ സംരക്ഷണത്തിന് മുൻകൈ എടുക്കുന്ന സംഘടനയുടെ ഒരു നേതാവ് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് കായൽ സംരക്ഷണത്തിന്റെ ഒരു ഘട്ടം നടന്നു, അത് തുടർന്ന് പോകണമെന്നാണ് പറഞ്ഞത്. ഒരു ഘട്ടം നടന്നു എന്നാണ് ശരി. നിങ്ങൾ ശരിയായി കണ്ടാവും. ഈ മേഖലകൾ മാറ്റപ്പെടുത്തേണ്ട ഈ മേഖലയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ ശാസ്താംകോട്ട തടാകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. റംസാർ സൈറ്റാണത്. അവിടെ അങ്ങോട്ട് മണ്ണ് ഒലിച്ചു വരുന്നുണ്ട്, കായലിൻ്റെ വിസ്തൃതി കുറയുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇടപെട്ട ഒറ്റ സർക്കാരേ ഉള്ളൂ, അത് LDF സർക്കാരാണ്. ആ LDF സർക്കാർ സംരക്ഷണത്തിന് ഈ വിവരശേഖരണം നടത്തി മുടങ്ങിയതല്ലാതെ വേറൊരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. ഒന്നാം ഘട്ടമാണല്ലോ അത്. ഒന്നാം ഘട്ടം അത് തന്നെയാണ്. 5 വർഷമായത് അത് പൂർത്തിയാക്കപ്പെടും. സാറ് മണ്ണൊലിപ്പ് പറയുമ്പോൾ ഇതിന്റെ തീരത്താണ് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എക്സൈസ് വകുപ്പിന് വേണ്ടി എക്സൈസിന്റെ കെട്ടിടം നിർമ്മിക്കുന്നത്. ഒന്ന് ഉറപ്പിച്ചുകൊള്ളുക, തടാകത്തിന്റെ കാര്യത്തിൽ LDFന് ഉറച്ച പ്രതിബദ്ധതയുണ്ട്. അത് പുതിയ കാര്യമല്ല, വോട്ട് കാര്യമല്ല. അത് ശാസ്താംകോട്ട തടാകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കുടിവെള്ള പ്രാധാന്യമുണ്ട്, പരിസ്ഥിതി പ്രാധാന്യമുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ അറിയാം LDFന്. ഇവിടുത്തെ യുവജനങ്ങൾക്കായിട്ട് ഒരു തൊഴിൽ സംരംഭങ്ങളോ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളോ ആരംഭിക്കുവാൻ ഈ 25 വർഷമായിട്ട് തുടർച്ചയായി 10 വർഷം ഭരണതലത്തിലുള്ള ഒരു MLA എന്ന നിലയിൽ
ഇവിടെ അത്തരത്തിലുള്ള സംരംഭങ്ങൾ പോലും ആരംഭിക്കാൻ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കുന്നത്തൂർ മണ്ഡലത്തെ സംസ്ഥാന ഗവൺമെന്റ് ഇത്തരത്തിൽ കരയുന്നത്? LDF ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായ നേട്ടം കണ്ട നീണ്ട പട്ടിക തരാൻ പോകുന്നുണ്ട്. ഞങ്ങൾ സമയം വായിക്കണത് ശരിയപ്പോൾ വീക്ഷണം